എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. എല്ലാ ഹാജിമാരും ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്യുന്ന ഒരു മാസമാണ് ഇത്. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കേണ്ട മാസമാണ്. ഈ ഒരു മാസത്തില് ആദ്യത്തെ 10 നമ്മൾ ഒരുപാട് ദിക്റുകൾ ചെല്ലാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ ചെയ്താല് നമുക്ക് അള്ളാഹു സ്വർഗം ഉറപ്പായി തരും. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി തരും, ഉറപ്പാണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തആല ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം നോമ്പ് നോക്കല് പ്രത്യേകം സുന്നത്താണ്. നല്ല കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തില് നോമ്പ് നോൽക്കാൻ നിയത്ത് വെക്കുക. കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പ് നോൽക്കുക. 2, നമ്മള് മാക്സിമം എല്ലാ തെറ്റുകളിൽ നിന്നും മാപ്പ് തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിരന്തരം രാത്രിയും പകലും എന്നില്ലാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നമ്മുടെ തെറ്റുകൾ പുറത്തു തരാനും. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് മനമുരുകി ദുആ ചെയ്യുക. 3, നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. നമ്മളെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരാൻ വേണ്ടി നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു മാസം ആദ്യത്തെ 10 ദിവസം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. 4, കഴിയുന്നവർ സദഖ കൊടുക്കുക. ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം മറ്റുള്ളവരെ സഹായിക്കുക, സദഖ കൊടുക്കുക. എന്നാൽ നമുക്ക് അള്ളാഹു പ്രത്യേകം കൂലി തരുന്നതായിരിക്കും. ഈ വർഷം നമുക്ക് ഹജ്ജ് ചെയ്യാൻ പോവാൻ കഴിഞ്ഞില്ല. അടുത്ത വർഷമെങ്കിലും അല്ലെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യാൻ നമുക്ക് ഭാഗ്യം കിട്ടാൻ വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇബ്രാഹിം നബിയുടെ വിളിയിൽ അത് കേൾക്കുന്നവരിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. മരിക്കുന്നതിന് മുന്നേ ഹജ്ജ് ചെയ്യാനും ആ ഒരു വിളി കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.